വലൈക്കും അസ്സലാം വറഹമത്തുള്ള. മാഷാ അല്ലാ, നല്ലൊരു ചോദ്യമായിട്ട് ഇവിടെ ചോദിക്കപ്പെട്ടത്. ഉദാഹരണക്ക് ഒരാൾ ഉപ്പിനെങ്കട്ട് അല്ലെങ്കിൽ മൈക്കാലത്ത് അജ്മീർക്ക് പോണ്ട്. അവിടെ നോമ്പ് തുറക്കുന്ന ടൈം തെല്ല് ಬೇಗ അവിടെ ഹനഫിടങ്ങ ഉള്ളേ. അങ്ങനെ പറയുമ്പോഴത്തേക്കു ഞങ്ങളെ റായത്തെ ടൈം നോക്കിയിട്ട് തെല്ല് ലേറ്റാക്കിയിട്ട് നോമ്പ് തുറക്കണ, അല്ലെങ്കിൽ അജ്മീറിൻ്റെ ടൈം അനുസരിച്ചിട്ട് ಬೇಗമേ അവിടെ ബാങ്കാകുമ്പോഴത്തേക്കു നോമ്പ് തുറക്കണം ടൈറ്റിക്കട് ചോദ്യ. ഉത്തര അജ്മീറിൻ്റെ മഗ്‌രിബിൻ്റെ ടൈം ഏത്, ആ ടൈം ಗೊತ್ತಿട്ടായിട്ടിക്കട് ഞങ്ങൾ നോമ്പ് തുറക്കണായത്. ഞങ്ങളെ റായത്തെ ടൈം നോക്കിയിട്ടല്ല. കാരണം ഞങ്ങൾ ഏതൊരു റായത്തേക്ക് പോയെങ്കും മൈക്കാല അജ്മീർ വേണ്ട, ഏതൊരു റായത്തെ വേറെ ഏതൊരു റായത്ത് ഞങ്ങൾ പോയെങ്കും അവിടെ മഗ്‌രിബിൻ്റെ ടൈം ഏത്, ആ ടൈം നോക്കിയിട്ടായിട്ടിക്കട് ഞങ്ങൾ നോമ്പ് തുറക്കണായത്. നോമ്പ് പിടിക്കണായതും അങ്ങനെമേ. അവിടെ ഫജ്ർ സ്വാദിക്ക് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ നോമ്പുകാരായിട്ട് വേണം. അപ്പോൾ അവിടെ ഹനഫിടങ്ങല്ലേട്ട് മഗ്‌രിബിയുടെ വിഷയത്തിൽ ഹനഫി ടൈമും ഷാഫി ടൈമും ഒന്നേ ആയിട്ടിക്കട്, ഇതിൽ വ്യത്യാസമില്ല. അസ്ർ ഇഷാ ടൈമു ഞങ്ങളെ കാണത്തെല്ലാം ലേറ്റ്, പിന്നെ സുബഹിയും തെല്ല് വ്യത്യാസം ഉണ്ടുണ്ട് കാണ്ട്. മഗ്‌രിബിൽ ഏതായാലും വ്യത്യാസമില്ല. അപ്പോൾ ഹനഫിടങ്ങളെ ബാങ്ക് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നോമ്പ് തുറക്കാം. ഇതൊന്നെങ്കിൽ അങ്ങനെ ടൈമും ഒന്നായിട്ടിക്കട്. അപ്പോൾ ഞങ്ങൾ ഏതൊരു റായത്ത് പോയെങ്കും ആ റായത്തെ ടൈമായിട്ടിക്കട് ഞങ്ങൾക്ക് ബാധക അവിടെ. അപ്പം ഞങ്ങളെ റായത്തെ ടൈം നോക്കിയിട്ട് ഞങ്ങൾ നോമ്പ് പിടിക്കരുത്, നോമ്പ് തുറക്കരുതല്ല. ഞങ്ങൾ ഉള്ളറായത്തെ നിയമായിട്ടിക്കട് ഞങ്ങൾക്ക് ബാധക അവിടെ ഇത്. അപ്പോൾ അതുകൊണ്ടിട്ടു അത് മഗ്‌രിബ് ഹനഫിടങ്ങളെ ടൈമല്ലേ ചെന്നിട്ട് ഞങ്ങൾ പേടിക്കൊണ്ടിട്ടില്ല. അങ്ങനെ ടൈമും ഞങ്ങളെ ടൈമും ഒന്നേ ആയിട്ടിക്കട്.